ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് നരേന്ദ്രമോഹൻ. പ്രധാന വാർത്തകൾ. ഇന്നലെ നടന്ന രണ്ടാം ഘട്ട ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 88 മണ്ഡലങ്ങളിലായി 61% പോളിംഗ്. വോട്ടെണ്ണൽ ജൂൺ 4-ന്. കേരളത്തിൽ പോളിംഗ് കഴിഞ്ഞ തവണത്തേക്കാൾ കുറവ്. വരും ഘട്ടങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് പ്രചാരണ ചൂടിൽ രാജ്യം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും കോൺഗ്രസ് നേതാവ് പ്രിയങ്ക ഗാന്ധിയും ഇന്ന് മഹാരാഷ്ട്രയിൽ പ്രചാരണത്തിൽ. ഇടുക്കി ജനവാസ മേഖലയിൽ വീണ്ടും പരിഭ്രാന്തി പരത്തി കടുവകളുടെ സാന്നിധ്യം. ഒഡീഷയിലും പശ്ചിമ ബംഗാളിലും ഉഷ്ണതരംഗത്തിന് സാധ്യത. കേരളത്തിൽ ചൂട് തുടരുന്നു. ഷാങ്ഹായിൽ നടക്കുന്ന അമ്പെയ്ത്ത് ലോകകപ്പിൽ സുവർണ നേട്ടം കൊയ്ത് ഇന്ത്യൻ താരങ്ങൾ. IPL-ൽ ഇന്ന് 2 മത്സരങ്ങൾ. ഡൽഹി ക്യാപിറ്റൽസ് മുംബൈ ഇന്ത്യൻസിനെയും ലക്നൌ സൂപ്പർ ജയന്റ്സ് രാജസ്ഥാൻ റോയൽസിനെയും നേരിടും. വാർത്തകൾ വിശദമായി. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ വരും ഘട്ടങ്ങളിലേക്കുള്ള പ്രചാരണം ഊർജിതമായി പുരോഗമിക്കുന്നു. പ്രധാന രാഷ്ട്രീയ പാർട്ടികളുടെ മുതിർന്ന നേതാക്കൾ വിവിധ സ്ഥലങ്ങളിൽ പ്രചാരണത്തിലാണ്. പ്രധാനമന്ത്രിയും മുതിർന്ന BJP നേതാവുമായ നരേന്ദ്രമോദി ഇന്ന് വൈകുന്നേരം മഹാരാഷ്ട്രയിലെ കോലാപൂർ നഗരത്തിലെ തപോവൻ ഗ്രൌണ്ടിൽ പൊതു റാലിയെ അഭിസംബോധന ചെയ്യും. ലാത്തൂർ മണ്ഡലം സ്ഥാനാർത്ഥി ഡോക്ടർ ശിവാജി കൽഗെയെ പിന്തുണച്ച് കോൺഗ്രസ് ജനറൽ സെക്രട്ടറി പ്രിയങ്ക ഗാന്ധി ജില്ലയിൽ ഇന്ന് പ്രചാരണം നടത്തും. ഉച്ചകഴിഞ്ഞ് ഉദ്ഗിർ ടൌണിൽ പ്രിയങ്ക ഗാന്ധി നയിക്കുന്ന റാലിയും നടക്കും. പ്രധാനമന്ത്രിയും മുതിർന്ന BJP നേതാവുമായ നരേന്ദ്രമോദി ഇന്ന് വൈകിട്ട് ഗോവയിലെ വാസ്കോയിൽ തെരഞ്ഞെടുപ്പ് പൊതുയോഗത്തെ അഭിസംബോധന ചെയ്യും. ഗോവയിലെ 2 ലോക്സഭാ സീറ്റുകളിലേക്കുള്ള വോട്ടെടുപ്പ് അടുത്ത മാസം 7-നാണ്. നിലവിൽ വടക്കൻ ഗോവ മണ്ഡലം BJPയാണ് പ്രതിനിധീകരിക്കുന്നത്. ദക്ഷിണ ഗോവ സീറ്റ് കോൺഗ്രസിന്റേതാണ്. ഇന്നലെ നടന്ന രണ്ടാം ഘട്ട ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 88 മണ്ഡലങ്ങളിലുമായി ഏകദേശം 61% പോളിംഗ് രേഖപ്പെടുത്തി. കേരളത്തിന് പുറമെ രണ്ടാം ഘട്ട തിരഞ്ഞെടുപ്പ് നടന്ന കർണാടകം, പശ്ചിമ ബംഗാൾ തുടങ്ങിയ 11 സംസ്ഥാനങ്ങളിലും ജമ്മു കാശ്മീരിലും വോട്ടെടുപ്പ് സമാധാനപരമായിരുന്നു. ജൂൺ 4-നാണ് വോട്ടെണ്ണൽ. കേരളത്തിലെ 20 മണ്ഡലങ്ങളിലേക്ക് നടന്ന വോട്ടെടുപ്പിൽ 71.16% പോളിംഗ് രേഖപ്പെടുത്തിയതായി റിപ്പോർട്ട്. 2019-ലേതിനെ അപേക്ഷിച്ച് കുറഞ്ഞ പോളിംഗാണ് ഇത്തവണ രേഖപ്പെടുത്തിയത്. വടകര മണ്ഡലത്തിലാണ് ഏറ്റവും കൂടുതൽ പോളിംഗ് നടന്നത്. ഏറ്റവും കുറവ് പോളിംഗ് രേഖപ്പെടുത്തിയത് പത്തനംതിട്ട മണ്ഡലത്തിലാണ്. വിശദാംശങ്ങളിലേക്ക്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 77.84% പോളിംഗ് ആണ് രേഖപ്പെടുത്തിയത്. കുതിച്ചുയർന്ന താപനിലയ്ക്കും ഉഷ്ണതരംഗ മുന്നറിയിപ്പിനും ഇടയിൽ നടന്ന വോട്ടെടുപ്പിൽ ഇത്തവണ സംസ്ഥാനത്ത് 6%-ലധികം കുറവ് രേഖപ്പെടുത്തി. തിരുവനന്തപുരം 66.46%, ആറ്റിങ്ങൽ 69.40%, കൊല്ലം 68.09%, പത്തനംതിട്ട 63.35%, മാവേലിക്കര 65.91%, ആലപ്പുഴ 74.90%, കോട്ടയം 65.60%, ഇടുക്കി 66.53%, എറണാകുളം 68.27%, ചാലക്കുടി 71.84%, തൃശൂർ 72.79%, പാലക്കാട് 73.37%, ആലത്തൂർ 73.20%, പൊന്നാനി 69.21%, മലപ്പുറം 72.90%, കോഴിക്കോട് 75.42%, വയനാട് 73.48%, വടകര 78.08%, കണ്ണൂർ 76.92%, കാസർഗോഡ് 75.94% എന്നിങ്ങനെയാണ് മണ്ഡലം തിരിച്ചുള്ള പോളിംഗ് നിരക്ക്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. പോളിംഗ് 76.42% രേഖപ്പെടുത്തിയ കോഴിക്കോട് ജില്ലയിൽ ആകെ 20,28,524 പേർ വോട്ട് രേഖപ്പെടുത്തി. ജില്ലയിലെ മുഴുവൻ ബൂത്തുകളിലും പോളിംഗ് അവസാനിച്ചത് രാത്രി 11:43-നാണ്. വടകര കുറ്റ്യാടി മണ്ഡലത്തിലെ മുടപ്പിലാവിൽ LP സ്കൂൾ ഏറ്റവും അവസാനം വോട്ടെടുപ്പ് അവസാനിച്ചത്. വോട്ടെടുപ്പിന് ശേഷം കണ്ണൂർ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ EVM ഉൾപ്പെടെയുള്ള യന്ത്രങ്ങൾ കണ്ണൂർ ചാല ചിന്മയ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിലെ സ്ട്രോങ് റൂമിലേക്ക് മാറ്റി. ജൂൺ 4-ന് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വച്ചാണ് വോട്ടെണ്ണൽ. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കാസർഗോഡ് മണ്ഡലത്തിലേക്ക് UDF സ്ഥാനാർത്ഥിയായി എത്തിയ തന്നെ 40,438 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് ജനങ്ങൾ വിജയിപ്പിച്ചതെന്ന് കാസർഗോഡ് ലോക്സഭാ മണ്ഡലം UDF സ്ഥാനാർത്ഥി രാജ്മോഹൻ ഉണ്ണിത്താൻ ആകാശവാണി ന്യൂസിനോട് പറഞ്ഞു. ഇത്തവണ 1,00,000-ലേറെ വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ താൻ വിജയിക്കുമെന്നും അദ്ദേഹം പ്രതികരിച്ചു. LDF പ്രവർത്തകർ വ്യാപകമായി കള്ളവോട്ട് ചെയ്തതായും ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ ആരോപിച്ചു. പ്രതീക്ഷയും പ്രവചനവും തെറ്റിച്ച് കൊല്ലം ലോക്സഭാ മണ്ഡലത്തിലും പോളിംഗ് ശതമാനത്തിൽ വലിയ കുറവുണ്ടായി. 68.09% പോളിംഗാണ് മണ്ഡലത്തിൽ നടന്നത്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കൊല്ലം ജില്ലാ പ്രതിനിധി നീരജ് ലാൽ.
9,258,000 പേരാണ് മണ്ഡലത്തിൽ വോട്ട് ചെയ്തത്. 2019 തെരഞ്ഞെടുപ്പിനെ അപേക്ഷിച്ച് 6% കുറവാണ് പോളിംഗ് ശതമാനത്തിൽ ഉണ്ടായിരിക്കുന്നത്. വോട്ട് ചെയ്തവരുടെ എണ്ണത്തിൽ സ്ത്രീ വോട്ടർമാരാണ് മുന്നിൽ. ആകെ വോട്ട് ചെയ്ത പുരുഷന്മാരെക്കാൾ 55,654 സ്ത്രീ വോട്ടർമാർ വോട്ട് ചെയ്തിട്ടുണ്ട്. കുണ്ടറ മണ്ഡലമാണ് പോളിംഗ് ശതമാനത്തിൽ മുന്നിൽ. ഏറ്റവും കുറവ് പുനലൂർ മണ്ഡലത്തിലാണ്. തീരദേശ മേഖലയിൽ മെച്ചപ്പെട്ട പോളിംഗ് നടന്നു. വോട്ടിംഗ് മെഷീനുകൾ പോലീസ് സുരക്ഷയിൽ പ്രിസൈഡിംഗ് ഓഫീസർമാർ തങ്കശ്ശേരി സെന്റ് അലോഷ്യസ് സ്കൂളിൽ എത്തിച്ചു. സ്ട്രോങ് റൂമിൽ വോട്ടെണ്ണൽ ദിവസമായ ജൂൺ 4 വരെ സായുധ കേന്ദ്രസേനയുടെ കാവലിലാണ് വോട്ടിംഗ് മെഷീനുകൾ സൂക്ഷിക്കുന്നത്. ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന പ്രത്യേക പരിപാടിയായ നല്ല വാർത്ത എല്ലാ ശനിയാഴ്ചയും വൈകുന്നേരം 6:40 പ്രക്ഷേപണം ചെയ്യുന്നതാണ്. ഇന്ന് 6:30 പ്രാദേശിക വാർത്തകൾക്ക് ശേഷം നല്ല വാർത്ത കേൾക്കാവുന്നതാണ്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം മറ്റന്നാൾ തിരുവനന്തപുരത്ത്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് അവലോകനത്തിനൊപ്പം EP ജയരാജനെതിരെ ഉയർന്ന ആരോപണങ്ങളും ചർച്ചയായേക്കും. മൂന്നാറിലെ ജനവാസ മേഖലകളിൽ വീണ്ടും കടുവകൾ ഇറങ്ങി. മൂന്നാർ കന്നിമല ലോവർ ഡിവിഷനിലാണ് കടുവകളെ കണ്ടത്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണൻ. മൂന്നാർ കന്നിമല ലോവർ ഡിവിഷനിലെ ജനവാസ മേഖലയിൽ ഇന്നലെ വൈകിട്ട് 6 മണിയോടെയാണ് കടുവകളെ കണ്ടത്. തേയില എസ്റ്റേറ്റിന് സമീപത്ത് കൂടി 3 കടുവകൾ നടന്നു നീങ്ങുന്നത് കണ്ട തൊഴിലാളികൾ ദൃശ്യങ്ങൾ പകർത്തി. പ്രദേശത്തെ കടുവകൾ സ്ഥിരമായി എത്തുന്നതായി നാട്ടുകാർ പറഞ്ഞു. കഴിഞ്ഞ ദിവസം കന്നിമലയിലെ കർഷകന്റെ പശുവിനെ കടുവ പിടിച്ചിരുന്നു. കാണാതായ പശുവിനെ തിരക്കിയിറങ്ങിയവരാണ് കൂട്ടത്തോടെ നടന്നു നീങ്ങുന്ന കടുവകളെ കണ്ടത്. ആളുകളുടെ സാന്നിധ്യം തിരിച്ചറിഞ്ഞ കടുവകൾ സമീപത്തെ വനത്തിലേക്ക് കയറിപ്പോയി. ഇതോടെ പ്രദേശത്തെ ജനങ്ങൾ ഭീതിയിലായിരിക്കുകയാണ്. സംഭവമറിഞ്ഞ് വനപാലകരും സ്ഥലത്തെത്തിയിരുന്നു. ഒഡീഷയിലും പശ്ചിമ ബംഗാളിലെ ഗംഗാതീരത്തും കടുത്ത ഉഷ്ണതരംഗത്തിന് സാധ്യതയുള്ളതിനാൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ചുവന്ന ജാഗ്രത പ്രഖ്യാപിച്ചു. ബീഹാർ, ജാർഖണ്ഡ്, തെലങ്കാന, റായലസീമ, കർണാടക, തമിഴ്നാട്, കിഴക്കൻ ഉത്തർപ്രദേശ്, കേരളം, മാഹി, കൊങ്കൺ, പശ്ചിമ ഉത്തർപ്രദേശ്, തീരദേശ ആന്ധ്രാപ്രദേശ്, യാനം എന്നിവിടങ്ങളിൽ ചൊവ്വാഴ്ച വരെ ഉഷ്ണതരംഗത്തിന് സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. മധ്യ ഇന്ത്യയോട് ചേർന്നുള്ള വടക്കു പടിഞ്ഞാറൻ സമതലങ്ങളിൽ നാളെ വരെയും പടിഞ്ഞാറൻ ഹിമാലയൻ മേഖലകളിൽ മറ്റന്നാൾ വരെയും ഇടിമിന്നലോടും ശക്തമായ കാറ്റിനോടും കൂടിയ മഴ പെയ്യുമെന്ന് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. സംസ്ഥാനത്ത് ശക്തമായ ചൂട് തുടരുന്നു. പാലക്കാട് ജില്ലയിലാണ് ഇന്ന് ഏറ്റവും കൂടുതൽ ചൂട് അനുഭവപ്പെടുന്നത്. 41 ഡിഗ്രി സെൽഷ്യസാണ് ജില്ലയിലെ ഇന്നത്തെ ഉയർന്ന താപനില. പാലക്കാട് ജില്ലയിൽ ഇന്നലെ ഉഷ്ണതരംഗം അനുഭവപ്പെട്ടിരുന്നു. മറ്റു ജില്ലകളിലും താപനില ഉയർന്നു തന്നെ തുടരുകയാണ്. കേരള, തമിഴ്നാട് തീരങ്ങളിൽ നാളെ ഉയർന്ന തിരമാലയ്ക്ക് സാധ്യതയുള്ളതിനാൽ തീരപ്രദേശത്ത് ജാഗ്രതാ നിർദ്ദേശം. ഈ സാഹചര്യത്തിൽ കേരള തീരത്തും തെക്കൻ തമിഴ്നാട്, വടക്കൻ തമിഴ്നാട് തീരങ്ങളിലും നാളെ പുലർച്ചെ 2:30 മുതൽ രാത്രി 11:30 വരെ 0.5 മുതൽ 1.5 മീറ്റർ വരെ ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യതയുണ്ടെന്ന് ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം അറിയിച്ചു. മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കണമെന്നും മുന്നറിയിപ്പുണ്ട്. IPL-ൽ ഇന്നത്തെ ആദ്യ മത്സരത്തിൽ ഡൽഹി ക്യാപിറ്റൽസ് മുംബൈ ഇന്ത്യൻസിനെ നേരിടും. ഉച്ചയ്ക്ക് 3:30 ഡൽഹി അരുൺ ജെയ്റ്റ്ലി സ്റ്റേഡിയത്തിലാണ് മത്സരം. വൈകിട്ട് 7:30 ലക്നൌവിൽ നടക്കുന്ന മത്സരത്തിൽ ലക്നൌ സൂപ്പർ ജയന്റ്സും രാജസ്ഥാൻ റോയൽസും തമ്മിൽ ഏറ്റുമുട്ടും. ഇന്നലെ നടന്ന മത്സരത്തിൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെ പഞ്ചാബ് കിങ്സ് 8 വിക്കറ്റിന് പരാജയപ്പെടുത്തി. ഷാങ്ഹായിൽ നടക്കുന്ന അമ്പെയ്ത്ത് ലോകകപ്പിൽ സുവർണ നേട്ടവുമായി ഇന്ത്യൻ താരങ്ങൾ. ജ്യോതി സുരേഖ വെന്നം, അതിഥി ഗോപിചന്ദ് സ്വാമി, പർണീത് കൌർ എന്നിവരടങ്ങിയ വനിതാ ടീം ഇറ്റാലിയൻ ടീമിനെ പരാജയപ്പെടുത്തി സ്വർണം നേടി. ജ്യോതി സുരേഖ വെന്നം അഭിഷേക് വർമ്മ സഖ്യം കോമ്പൌണ്ട് മിക്സഡ് വിഭാഗത്തിൽ എസ്റ്റോണിയയെ പരാജയപ്പെടുത്തി സ്വർണം കരസ്ഥമാക്കി. ISL ഫുട്ബോൾ സെമി ഫൈനൽ 2ാം പാദ മത്സരത്തിൽ ഒഡീഷ നാളെ മോഹൻ ബഗാൻ FCയെ നേരിടും. കൊൽക്കത്തയിൽ വൈകിട്ട് 7:30 മത്സരം. സ്വർണ്ണവിലയിൽ വർധനവ്. ഗ്രാമിന് 20 രൂപ കൂടി 6,685 രൂപയും പവന് 160 രൂപ വർദ്ധിച്ച് 53,480 രൂപയുമാണ് ഇന്നത്തെ വില. തിരുവനന്തപുരം കോഴിക്കോട് തിരുവനന്തപുരം ജനശതാബ്ദി എക്സ്പ്രസിൽ മറ്റന്നാൾ വരെ ഓരോ അഡീഷണൽ ചെയർ കാർ കോച്ച് ഉണ്ടാകുമെന്ന് റെയിൽവേ അറിയിച്ചു. യാത്രക്കാരുടെ തിരക്ക് പരിഗണിച്ചാണ് നടപടി. പ്രധാന വാർത്തകൾ വീണ്ടും. ഇന്നലെ നടന്ന 2ാം ഘട്ട ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 88 മണ്ഡലങ്ങളിലായി 61% പോളിംഗ്. വോട്ടെണ്ണൽ ജൂൺ 4. കേരളത്തിൽ പോളിംഗ് കഴിഞ്ഞ തവണത്തേക്കാൾ കുറവ്. വരും ഘട്ടങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് പ്രചാരണ ചൂടിൽ രാജ്യം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും കോൺഗ്രസ് നേതാവ് പ്രിയങ്ക ഗാന്ധിയും ഇന്ന് മഹാരാഷ്ട്രയിൽ പ്രചാരണത്തിൽ. ഇടുക്കി ജനവാസ മേഖലകളിൽ വീണ്ടും പരിഭ്രാന്തി പരത്തി കടുവകളുടെ സാന്നിധ്യം. ഒഡീഷയിലും പശ്ചിമ ബംഗാളിലും ഉഷ്ണതരംഗത്തിന് സാധ്യത. കേരളത്തിൽ ചൂട് തുടരുന്നു. ഷാങ്ഹായിൽ നടക്കുന്ന അമ്പെയ്ത്ത് ലോകകപ്പിൽ സുവർണ നേട്ടം കൊയ്ത ഇന്ത്യൻ താരങ്ങൾ. IPL-ൽ ഇന്ന് 2 മത്സരങ്ങൾ. ഡൽഹി ക്യാപിറ്റൽസ് മുംബൈ ഇന്ത്യൻസിനെയും ലക്നൌ സൂപ്പർ ജയന്റ്സ് രാജസ്ഥാൻ റോയൽസിനെയും നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു.
അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.